ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 if x less than or equal to 0 and 3 into x plus 1 if x greater than 0. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് കാണണം, കൂടാതെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിൽ ഇതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് എക്സ് ഏതാ എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആണല്ലേ. എക്സിൻ്റെ വാല്യൂ 0-ന് അടുത്താണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2x plus 3 എഴുതണോ അതോ 3 into x plus 1 എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് 0-ൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എക്സ് 0-ൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള ലിമിറ്റാണ് വേണ്ടത്. അപ്പോൾ എക്സ് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ആ പോയിന്റിലുള്ള ലിമിറ്റാണ് വരണമെങ്കിൽ നിർബന്ധമായിട്ടും രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്ന് ലെഫ്റ്റ് ലിമിറ്റ്, വേറൊന്ന് റൈറ്റ് ലിമിറ്റ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ പറയുമ്പോഴേ നമുക്ക് ആദ്യം തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് കാണും. അതിൽ ആ 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ഒരു പൊടിക്ക് റൈറ്റ് സൈഡിലാണ്, അത്രയും അർത്ഥമുള്ളൂ. 0 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ സ്ലൈറ്റ്ലി എബോവ് 0, അതായത് 0.0001 പോലെ. അപ്പോൾ എക്സ് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്ത് തരുന്നത് 0-ലല്ലേ, എക്സ് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്ത് തരുന്നത് അവിടെയുള്ള ലിമിറ്റാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിർബന്ധമായിട്ടും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും കാണണം. എന്താണ് റൈറ്റ് ലിമിറ്റ്? റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും ഒരു പൊടിക്ക് റൈറ്റിൽ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താവും അത് കാണാം. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏത് എഴുതേണ്ടത്? ഫസ്റ്റ് വൺ എഴുതണോ സെക്കൻഡ് വൺ എഴുതണോ? 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ജസ്റ്റ് കൂടുതൽ. എക്സിൻ്റെ വാല്യൂ 0 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കാരണം 0 പ്ലസ് എന്ന് പറയുമ്പോൾ അത് 0-നേക്കാളും കൂടുതലാണല്ലോ. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 0 എങ്കിലും 0 പ്ലസ് എന്ന് പറഞ്ഞ നമ്പർ 0-നേക്കാളും കൂടുതലാണ്. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 3 into x plus 1 എഴുതണം. 3 into x plus 1 എഴുതണം. ഇനി ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട, എക്സിൻ്റെ വാല്യൂ നേരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0 പ്ലസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0 തന്നെയാണല്ലോ. എക്സിൻ്റെ സ്ഥാനത്ത് നേരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ലിമിറ്റ് കാണുന്ന പോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 into 1 3 വരും. നമ്മളിതിനെ പറയുന്ന പേരെന്താണ്? റൈറ്റ് ലിമിറ്റ് എന്നാണ് പറയുക കേട്ടോ. റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയും. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും സ്വല്പം റൈറ്റ് സൈഡിലുള്ള നമ്പർ എടുത്ത് അല്ലേ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി വേറൊരെണ്ണം കാണണം, ലെഫ്റ്റ് ലിമിറ്റ്. ഇത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ ഏതോ ഒരു നമ്പറിൽ വെച്ചിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നമ്പറിലുള്ള ലിമിറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ലെഫ്റ്റും റൈറ്റും കാണണം. അപ്പോൾ 0 മൈനസ് എഫ് ഓഫ് എക്സ് കാണാം. 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-നേക്കാളും ഒരു പൊടിക്ക് കുറവാണ്. 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ജസ്റ്റ് കൂടുതലും, 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ജസ്റ്റ് കുറവാണ്. അപ്രോക്സിമേറ്റ്ലി 0 തന്നെയാണ്, പക്ഷേ 0-നേക്കാളും സ്ലൈറ്റ്ലി ഒന്ന് കുറവാണെന്ന് മാത്രം. ഇതാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏത് എഴുതണ്ടേ? 0 മൈനസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 0. സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ.
എക്സിൻ്റെ വാല്യൂ 0 മൈനസ് ആവാന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 0 മൈനസ് ലെസ് ദാൻ 0 ആണല്ലോ. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് എക്സ് 2x+3 വേണം എഴുതാൻ. എഫ് ഓഫ് എക്സ് 2x+3 എന്ന് എഴുതി. ഇനി നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ 2 × 0 + 3 വരും. 2 × 0 + 3 അതായത് 3 വരും. നമ്മളിതിനെ പറയുന്ന പേര് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മളിതിനെ പറയാം. ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 3 ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നിർബന്ധമായിട്ടും ഈക്വൽ ആയിരിക്കണം. കാരണം 0+ ആയാലും 0 മൈനസ് ആയാലും ദേ ആർ അപ്രോക്സിമേറ്റ്ലി 0 തന്നെയല്ലേ. അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും നിർബന്ധമായിട്ട് സെയിം ആയിരിക്കണം. സെയിം അല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതണം. മനസ്സിലായാലോ? 0+ ലിമിറ്റ് തന്നെയായിരിക്കണം 0 മൈനസിലുള്ളത്. ഇവിടെ അങ്ങനെയാണ്. ഇൻ കേസ് നമ്മൾ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ അല്ലാതെ വന്നാൽ നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കണം? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതണം. ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 അല്ലേ കിട്ടിയിരിക്കുന്നത്. റൈറ്റ് ആയാലും ലെഫ്റ്റ് ആയാലും 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 3 എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? എക്സ് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പോയിന്റിലുള്ള ലിമിറ്റാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ പോയിന്റിലുള്ള റൈറ്റ് ലിമിറ്റും ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും കാണാം. രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് സെൻറ്റൻസിൽ എഴുതാം. അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ വാല്യൂ 3 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇതിൻ്റെ കൂടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 കാണാൻ പറയുന്നില്ലേ അല്ലേ? നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് കാണാൻ പറയുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് കാണണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1. ഇവിടെ ലെഫ്റ്റും റൈറ്റും കാണുന്നില്ല. 0യിലാണ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0യിലുള്ള ലിമിറ്റ് കാണുമ്പോൾ 0യിലുള്ള ലെഫ്റ്റും 0യിലുള്ള റൈറ്റും കാണണം. ഇവിടെ എക്സ്റ്റെൻഡിങ് ടു 1 ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യാത്ത സ്ഥലമാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണ്ട. കാരണം ഇവിടെ എഫ് ഓഫ് എക്സ് എഴുതാൻ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതാണ് കാരണം. എഫ് ഓഫ് എക്സ് എഴുതേണ്ട കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. എക്സിൻ്റെ വാല്യൂ 1ന് അടുത്താണെങ്കിൽ 1ന് നിയറസ്റ്റ് ആണെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷനാണ് ശരിയാവുന്നത്? ഈ കണ്ടീഷനാണ് ശരിയാവുന്നത് അല്ലേ? ഏത് കണ്ടീഷൻ? ഈ കണ്ടീഷൻ. അത് 1നേക്കാളും ജസ്റ്റ് കുറവായാലും ശരി, കുറച്ച് കൂടുതലായാലും ശരി, എക്സിൻ്റെ വാല്യൂ 1ന് വളരെ നിയറസ്റ്റ് ആണെങ്കിൽ 0നേക്കാളും അത് കൂടുതലായിരിക്കുമല്ലോ. 1ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് നമ്പർ എടുത്ത് നോക്കിക്കോ. 0.999 1.001 ഏത് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റും റൈറ്റിൻ്റെ ആവശ്യമില്ല. എക്സിൻ്റെ വാല്യൂ 1ന് നിയറസ്റ്റ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 3 × x+1 ആണ്. സെക്കൻഡ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലിമിറ്റ് ലെഫ്റ്റും റൈറ്റും വേണ്ട. സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള ലിമിറ്റിൽ മാത്രമേ ലെഫ്റ്റും റൈറ്റും കാണേണ്ടതുള്ളൂ. നമ്മൾ എക്സിന് നേരെ 1 കൊടുത്താൽ മതി. ഇനി 3 × 1 + 1 3 × 2 6 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ?